ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് എടുക്കാനായി പോകുന്നത്. ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ അക്കൗണ്ടിങ്, ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്നും അതുപോലെ തന്നെ അതിനകത്തെ ബേസിക് കോൺസെപ്റ്റ്സും കാര്യങ്ങളും ഒക്കെ വളരെ വ്യക്തമായിട്ട് ആ 2 ക്ലാസ്സുകൾ കൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ഓക്കെ അല്ലേ? സോ ബേസിക് കോൺസെപ്റ്റ്സ്, കൺവെൻഷൻസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഇൻ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഡീറ്റെയിൽഡ് ആയിട്ട് അത് ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളുടെ മൊഡ്യൂളിൽ അടുത്തതായി പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിനെ പറ്റിയായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഞാൻ PPT ഷെയർ ചെയ്യാം. ഓക്കെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തിനാണ് ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്ന സംഭവം ഉള്ളത്. ഓക്കെ ആണോ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ റിട്ടൺ പോളിസി ഡോക്യുമെന്റ്സ് ആണ്. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? റെഗുലേറ്ററി ബോഡീസ് ആണ് ഇഷ്യൂ ചെയ്യുന്നത്. എക്സാമ്പിൾ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAI ഓർ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് IASB. സോ ഇത്തരത്തിലുള്ള റെഗുലേറ്ററി ബോഡീസ് ഇഷ്യൂ ചെയ്യുന്ന റിട്ടൺ പോളിസി ഡോക്യുമെന്റിനെയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? എന്തിനാണ് ഇത് ഇഷ്യൂ ചെയ്യുന്നത്? ഈ സ്റ്റാൻഡേർഡുകൾ ഇഷ്യൂ ചെയ്യുന്നത് യൂണിഫോമിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ചുരുക്കി പറഞ്ഞാൽ യൂണിഫോം ഫ്രെയിംവർക്ക് ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് പ്രസന്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നതിൽ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനായിട്ട്. പല ആൾക്കാർ പല രീതിയിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ പ്രിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കമ്പയറബിലിറ്റി സാധ്യമാകത്തില്ല, കൺസിസ്റ്റൻസി ഉറപ്പുവരുത്താൻ സാധിക്കത്തില്ല, ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്താൻ സാധിക്കത്തില്ല. സോ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ പ്രിപ്പറേഷനിൽ എന്ത് വേണം? ഒരു യൂണിഫോം ഫ്രെയിംവർക്ക് വേണം. എന്നാൽ മാത്രമേ കൺസിസ്റ്റൻസിയും ട്രാൻസ്പെറൻസിയും കമ്പയറബിലിറ്റിയും നമുക്ക് ഉറപ്പുവരുത്താനായി സാധിക്കത്തുള്ളൂ. സോ അതിന് ഉണ്ടാക്കിയിട്ടുള്ള റിട്ടേൺ പോളിസി ഡോക്യുമെന്റിനെയാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ അതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. They serve as guide to accountant and auditors while recording transaction and preparing reports. ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അക്കൗണ്ടൻസിനും ഓഡിറ്റേഴ്സിനും ഒരു ഗൈഡ് ലൈൻ പോലെ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് വർത്തിക്കുന്നു. ക്ലിയർ ആണോ? സോ ഇവയെ ബേസ് ചെയ്തിട്ടായിരിക്കും അക്കൗണ്ടന്റും ഓഡിറ്ററും അവർ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായി ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പറേഷൻ നടത്തുന്നത്. ക്ലിയർ അല്ലേ? സോ ഇതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. സോ ദേ ആർ റിട്ടൺ പോളിസി ഡോക്യുമെന്റ്സ് ഇഷ്യൂഡ് ബൈ റെഗുലേറ്ററി ബോഡി ലൈക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഓർ ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ്. ആ ഓർ പറഞ്ഞിരിക്കുന്ന റീസൺ, ഇന്ത്യയിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇഷ്യൂ ചെയ്യുന്നത് ICAI-യും അതുപോലെ IFRS-ഉമായി ബന്ധപ്പെട്ടത് ഇന്റർനാഷണൽ ഗ്ലോബൽ സ്റ്റേജിലേതാ. IFRS-ഉമായി ബന്ധപ്പെട്ടതൊക്കെ ഇഷ്യൂ ചെയ്യുന്ന റെഗുലേറ്ററി ബോഡി IASB-യുമാണ്. ക്ലിയർ ആണോ? ഇങ്ങനത്തെ റെഗുലേറ്ററി ബോഡീസ് ആണ് പല പല സാഹചര്യങ്ങളിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഇഷ്യൂ ചെയ്യുന്നത്. സോ ഇത് ഇഷ്യൂ ചെയ്യുന്നുള്ള ഗുണം എന്താ? യൂണിഫോം ഫ്രെയിംവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഫോർ പ്രിപ്പയറിംഗ് ആൻഡ് പ്രസന്റിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്. ഇങ്ങനെ യൂണിഫോം ഫ്രെയിംവർക്ക് ഉണ്ടായാലുള്ള ഗുണം എന്താ? കൺസിസ്റ്റൻസി, ട്രാൻസ്പെറൻസി, കമ്പയറബിലിറ്റി എന്നീ കാര്യങ്ങൾ ഉറപ്പുവരുത്താൻ സാധിക്കും. അതോടൊപ്പം അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ ഒരു ഗൈഡായി വർത്തിക്കുന്നു. ആർക്കൊക്കെ? അക്കൗണ്ടന്റിനും ഓഡിറ്റേഴ്സിനും. ഏത് പ്രോസസ്സിൽ? റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ അതുപോലെ പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ്. ഓക്കെ അല്ലേ? ഇതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അടുത്ത നോക്കാൻ പോകുന്നത് ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് സ്റ്റാൻഡേർഡൈസേഷൻ എന്നുള്ളതാണ്. സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ ആൻഡ് പോളിസി. അപ്പൊ പ്രോപ്പർ ആയിട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻ അവിടെ മുന്നോട്ടേക്ക് വെക്കുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യാൻ ഫോളോ ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞ സ്റ്റാൻഡേർഡൈസ്ഡ് ഗൈഡ് ലൈൻസ് അവിടെ വ്യക്തമായി മുന്നോട്ടേക്ക് വെക്കുന്നു. ക്ലിയർ ആണോ? അതാണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തത് ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യുന്നു. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് മനസ്സിലാകുന്നു, അതുപോലെ തന്നെ എല്ലാ മെറ്റീരിയൽ ഫാക്ട്സും ഡിസ്ക്ലോസ്ഡ് ആണെന്ന് ഉറപ്പുവരുത്തുന്നു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ക്ലിയർ ആണോ? അതുപോലെ ഫെയർ പ്രസന്റേഷനും ഉറപ്പുവരുത്തുന്നു. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഫെയർ പ്രസന്റേഷൻ. ഇങ്ങനെ പറയുന്ന ട്രൂ ആൻഡ് ഫെയർ വ്യൂ ആയിരിക്കണം ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടതെന്ന്. ഒരിക്കലും കറക്റ്റ് വ്യൂ എന്ന് പറയാൻ സാധിക്കത്തില്ല, കാരണം മനുഷ്യരാണ്, തെറ്റുകൾ ഉണ്ടാകാം. അപ്പൊ ഒരു ഫെയർ വ്യൂ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കണം. ആ ഒരു ഫെയർ പ്രസന്റേഷൻ ആയിരിക്കണം ഉണ്ടാകേണ്ടത്. അത് ഉറപ്പുവരുത്താൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന് കഴിയും. അതാണ് അവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക. സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, ഈ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻ കൊണ്ട് ഗുണമുള്ള വ്യക്തികൾ. അവരൊരിക്കലും വഞ്ചിതരാകാതിരിക്കണം.
അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ഇൻഫർമേഷൻ കിട്ടണം. കാരണം ഇതിന്റെ ബേസിസിലാണ് അവർ പലതരത്തിലുള്ള ഡിസിഷൻസും എടുക്കുന്നത്. അപ്പൊ ഇൻവെസ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഗവൺമെന്റ് മുതലായ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളുടെ ഒബ്ജക്റ്റീവാണ്. നാലാമത്തത് കമ്പാരിസൺ ഉറപ്പുവരുത്തുക, അല്ലെങ്കിൽ കമ്പാരിസൺ ഒരു സാധ്യത തുറന്നു കൊടുക്കുക. ക്ലിയർ ആണോ? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പരസ്പരം കമ്പയർ ചെയ്യാൻ, എ എന്ന് പറയുന്ന ഫേമിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ബി എന്ന് പറയുന്ന കമ്പനിയുമായി കമ്പയർ ചെയ്യാൻ. ക്ലിയർ ആണോ? ഇന്റർ ഓർഗനൈസേഷണൽ കമ്പാരിസൺ നടത്താൻ. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ ഇൻട്രാ ഓർഗനൈസേഷണൽ, എന്റെ ഈ വർഷത്തെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്റെ കഴിഞ്ഞ വർഷങ്ങളിലെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുമായി കമ്പയർ ചെയ്ത് പ്രോഫിറ്റിലുണ്ടായ വർധനവ് അല്ലെങ്കിൽ പ്രോഫിറ്റിലുണ്ടായ ഇടിവ് മുതലായ ട്രെൻഡുകൾ മനസ്സിലാക്കാൻ. ഇങ്ങനെ കമ്പാരിസൺ, ഇൻട്രാ ആൻഡ് ഇന്റർ ഓർഗനൈസേഷണൽ കമ്പാരിസൺ നടപ്പിലാക്കാനും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്പ് ചെയ്യും. അടുത്തതായിട്ട് മാനിപ്പുലേഷൻ കുറയ്ക്കാനും ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ആൻഡ് പെർഫോമൻസ് നൽകാനും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഹെൽപ്പ് ചെയ്യുന്നു. മാനിപ്പുലേഷൻ എങ്ങനെ കുറയ്ക്കും? ഫ്രോഡുകൾ കുറയാനുള്ള നല്ല രീതിയിലുള്ള ഒരു സാധ്യതയുണ്ട്, കാരണം പ്രോപ്പർ ഗൈഡ് ലൈൻ ഉള്ളതുകൊണ്ട്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നല്ല പ്രസന്റേഷൻ ഉറപ്പുവരുത്താൻ സാധിക്കും, ട്രൂ ആൻഡ് ഫെയർ വ്യൂ ഉറപ്പുവരുത്താൻ സാധിക്കും. എന്തിന്റെ? ഫിനാൻഷ്യൽ പൊസിഷന്റെ പെർഫോമൻസ്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എത്ര അസറ്റ് ഉണ്ട്, എത്ര ലൈബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ എത്രയുണ്ട്. അത് എവിടെ നിന്ന് കിട്ടും? പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് അഥവാ ബാലൻസ് ഷീറ്റിൽ നിന്ന് കിട്ടും. അപ്പൊ ബാലൻസ് ഷീറ്റ് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാനുള്ള ഗൈഡ് ലൈൻസ്. അതുപോലെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. അപ്പൊ ട്രേഡിംഗ് P&L അക്കൗണ്ട് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെന്റ് മുതലായ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള പ്രോപ്പർ ഗൈഡ് ലൈൻസ് ആര് നൽകും? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് നൽകും. ക്ലിയർ അല്ലേ? യെസ്. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും നമുക്ക് ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയാനായിട്ടുള്ളത്. ക്ലിയർ ആണോ? സോ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു? എന്താണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് ഡിസ്കസ് ചെയ്തു. അവയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്ന കാര്യവും ഡിസ്കസ് ചെയ്തു. ഇത്രയും കാര്യം പറഞ്ഞതിനകത്ത് ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇല്ല. ഓക്കെ. അടുത്തത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിന്റെ ഫീച്ചേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞ ഒബ്ജക്റ്റീവ്സ് എന്തിനീ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ക്ലിയർ ആണോ? ഇനി ഇതിന്റെ സവിശേഷതകളാണ് അടുത്ത പറയാൻ പോകുന്നത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉള്ളത് കൊണ്ട് യൂണിഫോമിറ്റി ഉറപ്പുവരുത്താനായിട്ട് നമുക്ക് സാധിക്കും. ക്ലിയർ ആണോ? യൂണിഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺ റൂൾ ആർ ഫോളോഡ് അക്രോസ് ഇൻഡസ്ട്രി. ഒരു ഇൻഡസ്ട്രി എടുക്കുക അല്ലെങ്കിൽ ഒരു കമ്പനി എടുക്കുക, കോമൺ ആയിട്ടുള്ള ഒരു റൂൾ ആയിരിക്കും ഫോളോ ചെയ്യുന്ന, കാലാകാലങ്ങളായി ഫോളോ ചെയ്യപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഒരു യൂണിഫോമിറ്റി ഉണ്ട്. യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ കമ്പാരബിലിറ്റി എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ഫീച്ചർ അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. യൂണിഫോമിറ്റി ഉണ്ടെങ്കിൽ കൺസിസ്റ്റൻസി ഉണ്ടാകും, കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ റിലയബിലിറ്റി ഉണ്ടാകും, റിലയബിലിറ്റി ഉണ്ടെങ്കിൽ കമ്പാരബിലിറ്റി ഉണ്ടാകും. യൂണിഫോമിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ റൂൾസും റെഗുലേഷൻസും തന്നെ ഫോളോ ചെയ്യപ്പെടുന്നു. അപ്പോൾ എന്തുണ്ടാവും? കൺസിസ്റ്റൻസി ഉണ്ടാവും, അതായത് സെയിം ട്രീറ്റ്മെന്റ് ഫോർ എ സെയിം ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ. എ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ എങ്ങനെ ട്രീറ്റ് ചെയ്യപ്പെടുന്നു, ആ സെയിം ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻ ബിയിലും അതേപോലെ തന്നെ ആയിരിക്കും ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഒരു വ്യത്യാസവും ട്രീറ്റ്മെന്റ് ഉണ്ടാകത്തില്ല. കൺസിസ്റ്റൻസി ഉണ്ടാകും. കൺസിസ്റ്റൻസി ഉണ്ടാകുമ്പോൾ വിശ്വാസ്യത വരും, റിലയബിലിറ്റി ഉണ്ടാകും. എയുടെയും ബിയുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളെ കമ്പയർ ചെയ്യാൻ പറ്റും, വിശ്വാസ്യത ഉണ്ടാകും. കാലാകാലങ്ങളായി ഒരേ നിയമങ്ങളാണ് ഫോളോ ചെയ്യുന്നത് കൊണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ടിനെയും കമ്പയർ ചെയ്ത് ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്കോ കൺക്ലൂഷൻ ഡ്രോ ചെയ്യാനോ സാധിക്കും. ക്ലിയർ ആണോ? യെസ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇന്ത്യയിൽ മാൻഡേറ്ററി ആണ്, നിയമപരമായി ഫോളോ ചെയ്യപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ലീഗൽ എൻഫോഴ്സബിലിറ്റി ഉണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾക്ക്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പ്രാക്ടീസ് ചെയ്താൽ മതി എന്നൊരു സാഹചര്യമല്ല, മറിച്ച് എന്താണ്? ലീഗൽ എൻഫോഴ്സബിലിറ്റി ഉണ്ട് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾക്ക്. സോ ദേ ആർ മാൻഡേറ്ററി അണ്ടർ ലോ. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പെക്യൂലിയർ കേസാണ്. ഇന്ത്യയിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വരുന്നത്? പ്രധാനമായും ഓർത്തിരിക്കേണ്ട രണ്ട് പേരുകളാണ് ICAIയും MCAയും. ഇവർ രണ്ടുപേരുമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്നത്. ICAI എന്ന് പറയുമ്പോൾ CA-കാരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, അല്ലെങ്കിൽ അവരുടെ പ്രൊഫഷണൽ ബോഡിയാണ്. അതെന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ഒക്കെ ഉള്ള ബോഡിയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ICAI. അതുപോലെ തന്നെ MCA എന്ന് പറയുമ്പോൾ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. ഇവ രണ്ടുമാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ ഫോം ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത്. ക്ലിയർ ആണോ? ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് AS എന്ന് വിളിക്കുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, രണ്ട് INDAS, ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ഇവയൊക്കെ ഏത് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനാ ഉപയോഗിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോൾ
ആപ്ലിക്കബിൾ ടു നോൺ ഇൻഡേസ് കംപ്ലയന്റ് കമ്പനി. ഇൻഡേസ് പാലിക്കേണ്ട അല്ലെങ്കിൽ ഇൻഡേസ് കംപ്ലയൻസ് ചെയ്യേണ്ട കമ്പനികൾ അല്ലാത്ത കമ്പനികളെല്ലാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. ക്ലിയർ ആണോ? ഇൻഡേസ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾ ഒരിക്കലും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ട. നിങ്ങൾ ഇൻഡേസ് ഫോളോ ചെയ്യേണ്ടാത്ത ഒരു കമ്പനിയാണെങ്കിൽ നിങ്ങൾ എന്ത് ഫോളോ ചെയ്യണം? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യണം. അതായത് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് ഫോളോ ചെയ്യേണ്ടത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആണ് ഇഫ് ദേ ആർ നോട്ട് റിക്വയർഡ് ടു ഫോളോ ഇൻഡേസ്. ക്ലിയർ ആണോ? ഈ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആരാ ഇഷ്യൂ ചെയ്യുന്നത്? ഇഷ്യൂഡ് ബൈ ICAI. ICAI ആണ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഇൻഡേസ് പാലിക്കേണ്ടാത്ത കമ്പനികൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് പാലിക്കണം, ഇഷ്യൂഡ് ബൈ ICAI. ഇനി ഇൻഡേസ് എന്ന് പറയുന്നത് ഇന്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള IFRS, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്, അതിനെ ഇന്ത്യയിലേക്ക് കൺവേർജ് ചെയ്തതിനെയാണ് ഇൻഡേസ് എന്ന് പറയുന്നത്. അതായത് IFRSൽ യാതൊരുവിധ വലിയ മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല, എന്നാൽ ഇന്ത്യൻ സാഹചര്യങ്ങളിലേക്ക് അഡാപ്റ്റ് ചെയ്യപ്പെട്ടു, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ നമ്മുടെ പേരും കൂടെ ചേർത്ത് വിളിക്കുന്നു IND-AS, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. ക്ലിയർ ആണോ? ദീസ് ആർ കൺവേർജ്ഡ് വിത്ത് IFRS, ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുമായിട്ട് കൺവേർജ് ചെയ്തിരിക്കുകയാണ്. അതായത് അതിനെ ഇങ്ങോട്ടേക്ക് അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇറ്റ് വിൽ നോട്ട് കോൺട്രഡിക്ട് IFRS. ഇൻഡേസ് IFRSനെ കോൺട്രഡിക്ട് ചെയ്യത്തില്ല 99%. അപ്പൊ നമ്മൾ IFRS ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡേസ് ഫോളോ ചെയ്യുന്നതും ഒരേ എഫക്റ്റ് തന്നെയാണ്, അല്ലെ? അപ്പൊ ഗ്ലോബൽ ആയിട്ടുള്ള ആ ഒരു സെയിം യൂണിഫോമിറ്റി ഇൻ അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഉറപ്പുവരുത്താൻ സാധിക്കും ഇൻഡേസ് ഫോളോ ചെയ്യുന്നത് വഴി. ഇത് ആർക്ക് ആപ്ലിക്കബിൾ? ലാർജ് ആയിട്ടുള്ള ലിസ്റ്റഡ് കമ്പനി, ലാർജ് ലിസ്റ്റഡ് കമ്പനീസിനും അതുപോലെ സം അതേഴ്സ് ഡിപ്പെൻഡിങ് ഓൺ ത്രഷോൾഡ്സ്. ത്രഷോൾഡ്സ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കാലാകാലങ്ങളിൽ പറയും ഇത്ര ടേൺ ഓവറിന് മുകളിലുള്ളവർ അല്ലെങ്കിൽ ഇത്ര ടേൺ ഓവറിന് മേലിലുള്ളവർ ഇത് ഫോളോ ചെയ്യണം. അതാണ് ത്രഷോൾഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പം ഗവൺമെന്റ് നിശ്ചയിച്ചിട്ടുള്ള ത്രഷോൾഡിന് മുകളിൽ ഏൺ ചെയ്യുന്ന ടേൺ ഓവർ ഉള്ള കമ്പനികൾ ഇൻഡേസ് ഫോളോ ചെയ്യണം. ലാർജ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾ എന്ത് ഫോളോ ചെയ്യണം? ഇൻഡേസ് ഫോളോ ചെയ്യണം. ഇൻഡേസ് ഫോളോ ചെയ്യുന്നത് IFRS ഫോളോ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം IFRSനെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്ന പേരിൽ അഡാപ്റ്റ് ചെയ്തിരിക്കുകയാണ്, കൺവേർജ് ചെയ്തിരിക്കുകയാണ് ഇൻഡേസിലേക്ക്. ഓക്കെ ആണോ? ഇതിനെ ഗവേൺ ചെയ്യുന്നത് കമ്പനീസ് റൂൾ 2015 ആണ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് റൂൾ 2015 അനുസരിച്ചായിരിക്കും ഇൻഡേസ് ആപ്ലിക്കബിലിറ്റി വരുന്നത്. ഓക്കെ ആണോ? ഇതും ഇഷ്യൂ ചെയ്യുന്നത് ആരാ? ICAI ഒക്കെയാണ് ഇതും ഇഷ്യൂ ചെയ്യുന്നത്. ക്ലിയർ ആണോ? MCAയും ICAയും ഒക്കെയാണ് ഇതും ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡും ഉണ്ട്, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സും ഉണ്ട്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനും, ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആർക്കാണ്? ലാർജ് കമ്പനീസ്, അതുപോലെ തന്നെ ത്രഷോൾഡ് ഫിക്സഡ് ആയിട്ടുള്ള ലിമിറ്റ് പറഞ്ഞിട്ടുള്ള കമ്പനീസും അവരാണത് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? പ്രധാനപ്പെട്ട ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകളാണ് താഴെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട, ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡുകൾ. AS1 എന്ന് പറയുന്ന ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിംഗ് പോളിസിയാണ്. അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യപ്പെടണം, മെറ്റീരിയൽ ഫാക്ട്സ് എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് നമ്മൾ പ്രിൻസിപ്പിൾ പഠിച്ചായിരുന്നു, അല്ലെങ്കിൽ കോൺസെപ്റ്റ് പഠിച്ചായിരുന്നു, ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റിൽ പഠിച്ചായിരുന്നു. സോ അത് കുറച്ചുകൂടെ ഊട്ടി ഉറപ്പിക്കുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ആണ് AS1. എന്തൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് വളരെ വ്യക്തമായി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ. സോ ആ ഡിസ്ക്ലോഷർ റിക്വയർമെന്റ്സ് എല്ലാം മീറ്റ് ചെയ്തിരിക്കണം, അല്ലെങ്കിൽ അതിനകത്തൊക്കെ കോൺസിക്വൻസസ് ഓർ പെനാൽറ്റീസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതാണ് AS1. ഞാൻ എക്സാമ്പിൾ പറയുകയാണ് AS എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. AS2 എന്ന് പറയുമ്പോൾ വാല്യുവേഷൻ ഓഫ് ഇൻവെന്ററി. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ അറിയാം, സ്റ്റോക്ക് ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, അതുപോലുള്ള സംഭവങ്ങൾ. ഇവയെ എങ്ങനെ വാല്യൂ ചെയ്യണം? ക്ലിയർ ആണോ? ഇവയെ എങ്ങനെ വാല്യൂ ചെയ്യണം? അപ്പൊ AS2 ആണ് പറയുന്നത്, എന്താ പറയുന്നത്, ലോവർ ഓഫ് ദി മാർക്കറ്റ് വാല്യൂ ഓർ എന്താ പറയുന്നത് പർച്ചേസ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ, അതിൽ വാല്യൂ ചെയ്യണം എന്ന രീതിയിലൊക്കെയുള്ള നിയമങ്ങൾ AS2വിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. AS2വിൽ നിന്നാണ് നമ്മളത് എടുക്കുന്നത്. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. ഇൻവെന്ററി എങ്ങനെ വാല്യൂ ചെയ്യണം എന്ന് പറയുന്ന AS2. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് AS3യിൽ പറയുന്നത്. നേരത്തെ AS6 ഉണ്ടായിരുന്നു, ഡിപ്രീസിയേഷൻ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യമാണ് AS6ൽ പറഞ്ഞിരുന്നത്. പക്ഷെ AS6 ഇപ്പൊ വിഡ്രോ ചെയ്തിട്ടുണ്ട്, അത് AS10ന്റെ ഭാഗമായിട്ടുണ്ട്. ഓക്കെയാണോ? AS10ന്റെ ഭാഗം, പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറയുന്ന അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡിന്റെ ഭാഗമായിട്ടുണ്ട് എങ്ങനെ ഡിപ്രീസിയേഷൻ അക്കൗണ്ടിംഗ് നടത്തുന്നത്.
ക്ലിയർ ആണോ? അതുപോലെ AS11 ഉണ്ട്, എഫക്ട് ഓഫ് ചേഞ്ച് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്. ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ ചേഞ്ച് ഉണ്ടാകുമ്പോൾ അക്കൗണ്ടിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ഏത് രീതിയിലാണ് ട്രീറ്റ്മെന്റ് നടത്തേണ്ടത്, AS11 അനുസരിച്ചാണ് ആ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തേണ്ടത്. നിങ്ങൾക്ക് ഗവൺമെന്റിൽ നിന്ന് ഗ്രാന്റ് കിട്ടും, അതിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്ന് AS12 പറയുന്നു. ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ അക്കൗണ്ട് ചെയ്യണമെന്ന് AS13 പറയുന്നു. ബോറോയിങ് കോസ്റ്റ് അക്കൗണ്ട് ചെയ്യേണ്ടത് AS16ഉം, റിലേറ്റഡ് പാർട്ടി ഡിസ്ക്ലോഷർ, അക്കൗണ്ടിങ് ഫോർ ടാക്സസ് ഓൺ ഇൻകം, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷൻസിന് അതിന്റെ ഗൈഡ് ലൈൻ ആയിട്ട് ഓരോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇതെല്ലാം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കൗണ്ടർ പാർട്ട് IFRS-ലുണ്ട്. അവയെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന പേരിൽ ഇങ്ങോട്ടേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഏകദേശം ഇതിനകത്തൊക്കെ പറയുന്ന സെയിം സംഭവങ്ങൾ തന്നെയാണ് IFRS-ന്റെ കൺസേൺഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിലും പറയുന്നത്. ക്ലിയർ ആണോ? കൺവേർജ്ഡ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് ആണിത്. അത് ഇന്റർനാഷണലി അക്സെപ്റ്റഡും ആണ്. ഓക്കെ അല്ലെ? സോ പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ക്ലിയർ ആണോ? ഇത്രയും പറഞ്ഞതിനകത്ത് ഡൗട്ട് ഉണ്ടോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുമായി ബന്ധപ്പെട്ട്? അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗൈഡ് ലൈൻ ആണ്. എന്ത് പ്രിപ്പയർ ചെയ്യുന്നതിൽ? അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം സർ. ഇടയ്ക്കൊന്ന് നെറ്റ് ഒന്ന് പോയെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ. സോ അതാണ് എന്തെന്ന് പറയുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യ AS പ്രധാനപ്പെട്ടവയും നോക്കി. അതിനകത്ത് വ്യക്തമായി മനസ്സിലാക്കേണ്ടത് AS6 ഇപ്പോൾ ഇല്ല, അത് വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഇത് വിഡ്രോ ചെയ്യാനുള്ള അവകാശം ആർക്കാ? ICAയ്ക്ക് ഉണ്ട് കേട്ടോ. ICAയ്ക്ക് വിഡ്രോ ചെയ്യാം. അല്ലെങ്കിൽ പുതിയൊരു ഫീൽഡിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ആവശ്യമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ ICAയ്ക്ക് ഒരു പെർട്ടിക്കുലർ ബോർഡിനെ അപ്പോയിന്റ് ചെയ്ത് പഠനം നടത്തി എന്താ പറയുന്നത് ഡ്രാഫ്റ്റുകളൊക്കെ തരാനായിട്ട് ആവശ്യപ്പെടുകയൊക്കെ ചെയ്യാം. സോ ICA ആണ് പ്രധാനമായിട്ടും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ഇഷ്യൂവൻസും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അടുത്തതാണ് ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടതാണ് IASB എന്ന് പറയുന്നത്, ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ്. ഈ ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ബോർഡാണ്. അതായത് അംഗരാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് ബോഡികളൊക്കെ IASB-യിലെ പാർട്ടായിരിക്കും, അല്ലെ IASB-യിൽ മെമ്പേഴ്സ് ആയിരിക്കും. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അക്കൗണ്ടിങ് ബോർഡാണ് ICAI എന്ന് പറയുന്നത്. അവർ IASB-യുടെ ഒരു പാർട്ടാണ്. അപ്പൊ ഇങ്ങനെ പല ഓർഗനൈസേഷൻസ് ചേർന്നുണ്ടാക്കിയ ഒരു ഓർഗനൈസേഷൻ IASB. അവരാണ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡുകൾ പുറപ്പെടുവിക്കുന്നത്. IFRS ഇഷ്യൂ ചെയ്യുന്നത് എന്താ? IASB ആണ്. ക്ലിയർ ആണോ? യെസ്. ഇന്ത്യയിലെ IND-AS എന്ന് പറയുന്നത് എന്തിനെ ബേസ് ചെയ്ത? IFRS-നെ ബേസ് ചെയ്താണ്. ചെറിയ മോഡിഫിക്കേഷൻ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ, ചെറിയ മോഡിഫിക്കേഷൻ. നമ്പറിംഗ് ഒക്കെ വ്യത്യാസമാണ്. IFRS-ലെ കറസ്പോണ്ടിങ് നമ്പറിംഗ് തന്നെ അല്ല എടുത്തിരിക്കുന്നത്, നമ്പറിംഗ് വ്യത്യാസമാണ്. ഡീറ്റെയിൽസിലും ഇന്ത്യൻ മാർക്കറ്റിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പക്ഷെ വലിയ ഒരു മോഡിഫിക്കേഷൻ അല്ല, സം സ്മോൾ മോഡിഫിക്കേഷൻസ് മാത്രമേ വരുത്തിയിട്ടുള്ളൂ. ഓക്കെ ആണോ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡുകളെ പറ്റി നമ്മൾ നോക്കി. അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാ? ക്രെഡിബിലിറ്റി കൂട്ടും, കാരണം റിലയബിലിറ്റി ഉറപ്പുവരുത്തും, കമ്പാരബിലിറ്റി ഉറപ്പുവരുത്തും, റെഗുലേറ്ററി കംപ്ലയൻസ്, കാരണം ഇത് ലീഗലി റിക്വയർഡ് ആണ്, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ ചെയ്യേണ്ട. സോ റെഗുലേറ്ററി കംപ്ലയൻസ് ഉറപ്പുവരുത്തും, ട്രാൻസ്പെറൻസി ഉറപ്പുവരുത്തും. ക്ലിയർ അല്ലേ? അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിന്, പ്രോപ്പർ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കും. എങ്ങനെ? കമ്പാരബിലിറ്റി ഉറപ്പുവരുത്തുമ്പോൾ ഡിസിഷൻ മേക്കിങ്ങിനെ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ അല്ലേ? ഇനി ലീഗൽ ഫ്രെയിംവർക്ക് ഇൻ ഇന്ത്യ. കമ്പനീസ് ആക്ട് 2013 അറിയാമല്ലോ, empowers the National Financial Reporting Authority to oversee implementation and enforcement of accounting standard. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പ്രോപ്പർ ആണോ എന്ന് നോക്കാൻ നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി ഉണ്ട്, NFRA ചുമതലപ്പെടുത്തിയത് ഒരു ആക്ട് പ്രകാരമാണ്, കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ്. ഈ കമ്പനീസ് ആക്ട് 2013 തന്നെ സെക്ഷൻ 133 പ്രകാരം സെൻട്രൽ ഗവൺമെന്റിന് എന്തുണ്ട്?
to prescribe accounting, allow the central government to prescribe accounting standard recommended by ICAI. ICAI സെൻട്രൽ ഗവൺമെന്റിന് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് റെക്കമെൻഡ് ചെയ്യും. സെൻട്രൽ ഗവൺമെന്റിന് ആ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ത് ചെയ്യാം അത് പബ്ലിഷ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ ആണോ? പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. ആർക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം? നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിക്ക് പ്രിസ്ക്രൈബ് ചെയ്യാം. അപ്പൊ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോം ചെയ്യുന്നത് ICAI, ഫോം ചെയ്തിട്ട് ഇവരിത് റെക്കമെൻഡ് ചെയ്യും സെൻട്രൽ ഗവൺമെന്റിന്. സെൻട്രൽ ഗവൺമെന്റ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യും നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റിക്ക്. അവരായിരിക്കും അതിന്റെ ഇംപ്ലിമെന്റേഷൻ, ഇതെങ്ങനെ നടപ്പിലാക്കണം, അതുപോലെ തന്നെ നടപ്പിലാക്കുന്നത് പ്രോപ്പർ ആണോ എന്നുള്ള കാര്യം നോക്കുന്നത്. അതാണ് ലീഗൽ ഫ്രെയിംവർക്ക് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ICAI. അവർ ഈ പ്രിപ്പയർ ചെയ്തത് സെൻട്രൽ ഗവൺമെന്റ് റെക്കമെൻഡ് ചെയ്യും. അവരും കൂടെ സ്ക്രൂട്ടണി നടത്തിയതിനു ശേഷം അത് NFRAക്ക് പ്രിസ്ക്രൈബ് ചെയ്യും. NFRA ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ അവരൊന്നും ചെയ്യത്തില്ല, അവർ ഇംപ്ലിമെന്റ് ചെയ്യും. ഇംപ്ലിമെന്റേഷൻ പ്രോപ്പർ ആണോ എന്ന് അവർ നോക്കും. ഈ പവറൊക്കെ ഇവർക്ക് ഏത് വഴിയാണ് കിട്ടിയിരിക്കുന്നത്? കമ്പനീസ് ആക്ട് 2013 പ്രകാരമാണ് ഇവർക്ക് ഇത് കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണോ? അതാണ് ലീഗൽ ഫ്രെയിംവർക്ക് എന്ന രീതിയിൽ പറയാനായിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അടുത്തത് ഇത്രയും നേരം പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറൻസും കാര്യങ്ങളും ഒക്കെയാണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, IND-AS, IFRS ഇവ തമ്മിലുള്ള ഡിഫറൻസ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാ. അത് ആർക്കൊക്കെയാ? സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഓക്കെ ആണോ? ഇനി IND-AS എന്ന് പറയുന്നത് ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സാ. പക്ഷെ അതെന്താ? അത് കൺവേർജ്ഡ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്. ക്ലിയർ ആണോ? കൺവേർജ്ഡ് ആയിട്ടുള്ള. അതുകൊണ്ട് ഗ്ലോബൽ യൂസ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി നമുക്ക് ഗ്ലോബലി കൺവേർജ്ഡ് ആയിട്ടുള്ള യൂസ് ഉണ്ട്. അതായത് IFRSുമായിട്ട് എന്താ പറയുന്നത്? ഏകദേശം സെയിം തന്നെയാണ്. സോ ഗ്ലോബൽ യൂസും അതിനുണ്ട്. ഓക്കെ അല്ലേ? യെസ്. AS ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ICAI മാത്രമാണ് ഇഷ്യൂ ചെയ്യുന്നത്. IND-AS MCA, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സും ICAI കൂടെ ചേർന്നാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ ആണോ? AS എന്ന് പറയുന്നത് റൂൾ ബേസ്ഡ് ആണ്, റൂൾസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. IND-AS കുറച്ചുകൂടെ പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ്. നമ്മൾ പഠിച്ച അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ആയിരിക്കും IND-AS. ഓക്കെ അല്ലേ? AS ആപ്ലിക്കബിൾ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിനും IND-AS ആപ്ലിക്കബിൾ ലിസ്റ്റഡ് ഓർ ലാർജ് കോർപ്പറേഷൻസിനാണ്, ത്രഷോൾഡ് ലിമിറ്റ് ഉള്ള കോർപ്പറേഷൻ. ASന് ഗ്ലോബൽ യൂസ് ഇല്ല, ഇന്ത്യയിൽ മാത്രമേ യൂസ് ഉള്ളൂ. ഇന്ത്യയിലെ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസിൽ മാത്രമേ യൂസ് ഉള്ളൂ. IND-ASന് ഗ്ലോബൽ യൂസ് ഉണ്ട്, പക്ഷെ മുഴുവനായിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യൻ സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആണ്. എന്നാൽ ഗ്ലോബലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള IFRS കൺവേർജ്ഡും ആണ്. സോ ഗ്ലോബലി പാർഷ്യലി ക്യാൻ ബി യൂസ്ഡ്. ക്ലിയർ ആണോ? അക്സെപ്റ്റൻസ് ഉണ്ട്. IFRS ആണ് കംപ്ലീറ്റ്ലി ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? IASB ആണ് ഇഷ്യൂ ചെയ്യുന്നത്. IASB മെമ്പേഴ്സ് ആണ് ICAI ഒക്കെ. അതുപോലെ തന്നെ പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ്, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ബേസ്ഡ് ആണ് ഈ ഒരു സ്റ്റാൻഡേർഡ്സ് എല്ലാം വരുന്നത്. ആരാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്? ഗ്ലോബൽ കമ്പനീസ്, MNCസും ഒക്കെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടത്. അതുപോലെ ഇതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഗ്ലോബൽ യൂസ് ഉണ്ട്. സോ യെസ്, ഗ്ലോബൽ യൂസ് എന്ന് പറയുന്ന സംഭവം ഇവിടെ ഉണ്ട്. ഇതാണ് AS, IND-AS ആൻഡ് IFRS ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? വ്യക്തമായി മനസ്സിലാക്കണം. ഇന്ത്യയിൽ അപ്പൊ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? IFRS ഉപയോഗിക്കുന്നുണ്ടോ? IFRS ആസ് സച്ച് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നില്ല. അതിനെ കൺവേർട്ട് ചെയ്ത് IND-AS ആക്കിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ASഉം ഉണ്ട്. ഇത് രണ്ടുമാണ് ഇന്ത്യയിൽ ഉപയോഗത്തിലുള്ളത്. IFRS ആസ് സച്ച് ഇന്ത്യയിൽ യൂസ് ചെയ്യത്തില്ല. ക്ലിയർ ആണോ? അത് കൺവേർട്ട് ചെയ്ത് IND-AS ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഏകദേശം സിമിലർ ടു IFRS തന്നെയാണ്, വലിയ വ്യത്യാസമില്ല. ഓൺലി മൈനർ മോഡിഫിക്കേഷൻസ് ആർ ദേർ. ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ? അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, IND-AS ആൻഡ് IFRS ക്ലിയർ അല്ലേ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് പോകാം, അടുത്ത പോർഷനിലേക്ക് പോകാം. ഓക്കെ ആണോ? അപ്പൊ നമ്മൾ ഇതുവരെ എന്തൊക്കെ കംപ്ലീറ്റ് ചെയ്തു എന്ന് ആദ്യം പറയാം. നമ്മളുടെ മൊഡ്യൂളിൽ ആദ്യം പറഞ്ഞിരിക്കുന്നത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്താണെന്നാണ്. അത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത് എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. അതിനുശേഷം പറഞ്ഞിരുന്നത് കോൺസെപ്റ്റും പ്രിൻസിപ്പിൾസും, അക്കൗണ്ടിങ് കോൺസെപ്റ്റ് ആൻഡ് പ്രിൻസിപ്പിൾ. കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാലും പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു? അത് ഡിസ്കസ് ചെയ്തു. പ്രധാനപ്പെട്ട എല്ലാ പ്രിൻസിപ്പിൾസും കോൺസെപ്റ്റും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് വന്നിരുന്ന പോർഷൻ ആണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇൻ ഡെപ്ത് ആയിട്ട് പോകാൻ പറഞ്ഞിട്ടില്ല. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി അടുത്ത പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു ടോപ്പിക് ആണ് ഒരു സോൾ ട്രേഡറുടെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു. അതിനെ പറ്റിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണോ? പലതരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. നമ്മളുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാനായി സാധിക്കും. കമ്പനികളെ നമുക്കറിയാം അല്ലെ? പല കമ്പനികളുടെ പേരുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്, പല കമ്പനികളുടെ പ്രോഡക്ട്സ് വാങ്ങിയിട്ടുണ്ട്. കമ്പനി ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനാണ്. ഓക്കെ ആണോ? അടുത്തത് പാർട്ണർഷിപ്പുകളെ പറ്റി കേട്ടിട്ടില്ലേ? പാർട്ണർഷിപ്പ് ബിസിനസ്സുകൾ.
അതും ഒരു ഫോം ഓഫ് ഓർഗനൈസേഷൻ. ഇതുപോലെ ഉള്ള ഒരു ഫോം ഓഫ് ഓർഗനൈസേഷനാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുമ്പോൾ ഒരൊറ്റ വ്യക്തി മാത്രമേ കാണത്തുള്ളൂ. കമ്പനി എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുണ്ട്. പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 പേരെങ്കിലും കാണും, മിനിമം 2 പേരെങ്കിലും കാണും. ക്ലിയർ അല്ലേ? പക്ഷെ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ ഒരൊറ്റ വ്യക്തി മാത്രമേ കാണുള്ളൂ. ഇയാളായിരിക്കും മുഴുവൻ പൈസയും കൊണ്ടുവരുന്നത്. എന്തെങ്കിലും ലാഭം ഉണ്ടെങ്കിൽ ആ ലാഭം മുഴുവൻ ഇയാൾ തന്നെ എടുക്കും. നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇയാൾ തന്നെ എല്ലാം സഫർ ചെയ്യും. ഇയാൾ തന്നെയായിരിക്കും അതിന്റെ ബിസിനസിന്റെ എല്ലാ കാര്യവും ചെയ്യുന്നത്. മിക്കവാറും ഈ ഒരു പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ സ്റ്റാഫും കാര്യങ്ങളും ഒന്നും അങ്ങനെ കാണത്തില്ല. ഉണ്ടെങ്കിൽ തന്നെ 1-2 സ്റ്റാഫ് മാക്സിമമേ ഉണ്ടാകത്തുള്ളൂ. ഇതിനെയാണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോ ഒരു സോൾ ട്രേഡറുടെ അക്കൗണ്ട്സ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ആണോ? സോ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട റൂൾസ് ഒക്കെ മാത്രമേ പ്രധാനമായിട്ടും ഉള്ളൂ. അല്ലാതെ ഒരു ഇൻഡയസ് ഒന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല. ക്ലിയർ ആണോ? കാരണം സ്മോൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ഇവർക്ക് വളരുന്നതിന് പരിമിതികളുണ്ട്. അതാണ് സോൾ ട്രേഡർ എന്ന് പറയുന്നത്. അപ്പൊ എന്താ സോൾ ട്രേഡർ എന്ന് ആദ്യം നോക്കാം. സോൾ ട്രേഡർ, സോൾ പ്രൊപ്രൈറ്റർ എന്ന് വിളിക്കാം. ഇതെന്ന് പറയുന്നത് എ ബിസിനസ് ഓൺഡ് ആൻഡ് മാനേജ് ബൈ എ സിംഗിൾ ഇൻഡിവിജ്വൽ. ഒരു സിംഗിൾ ഇൻഡിവിജ്വൽ ആണ് ബിസിനസ് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും. ആൻഡ് ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ഫോം ഓഫ് ബിസിനസ് എൻറ്റിറ്റി. ഒരു ബിസിനസ് എൻറ്റിറ്റിയുടെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോം ആണ് സോൾ ട്രേഡർ എന്ന് പറയുന്നത്. ഏറ്റവും കോംപ്ലക്സ് ഫോം ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കമ്പനി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഈ സോൾ ട്രേഡർ ആയിരിക്കും എല്ലാ ലാഭവും എടുക്കുന്നത്. നഷ്ടമാണെങ്കിൽ മുഴുവൻ നഷ്ടവും ബെയർ ചെയ്യുന്നതും അയാൾ തന്നെയായിരിക്കും. ഇതിനെയാണ് ഒരു സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോൾ ട്രേഡർ നയിക്കുന്ന കൺസേൺ, ദാറ്റ് ഇസ് സോൾ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയുന്നത്. ഓക്കെ ആണോ? സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് എന്ന് പറയുന്നത്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവരുടെ ഫൈനൽ അക്കൗണ്ട്സ് എന്താണെന്നാണ് നമ്മൾ നോക്കാനായി പോകുന്നത്. ആരുടെ? സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ട്സ്. ക്ലിയർ ആണോ? ഫൈനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവരുടെ ഒരു വർഷത്തെ ലാഭമാണോ നഷ്ടമാണോ, അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ, അസറ്റ് എത്രയുണ്ട്, ലൈബിലിറ്റി എത്രയുണ്ട്, ക്യാപിറ്റൽ എത്രയുണ്ട്, അസറ്റ് എത്രയുണ്ട്, ലൈബിലിറ്റി എത്രയുണ്ട്, ഇത് നമ്മളിലേക്ക് എത്തിക്കണം, യൂസേഴ്സിലേക്ക് എത്തിക്കണം. ഇതിനെയാ ഫിനാൻഷ്യൽ അക്കൗണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? അപ്പൊ ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സമ്മറി റിപ്പോർട്ടാണ്. സമ്മറി റിപ്പോർട്ട് അത് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡ്. അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഏത് കാലയളവുമാകാം. 3 മന്ത് വേണേലാകാം, 6 മന്ത് ആകാം, 1 ഇയർ ആകാം, നമ്മളുടെ ഇഷ്ടമോ. സാധാരണഗതിയിൽ ഗ്ലോബൽ പ്രാക്ടീസ് 1 ഇയർ ആണ് അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണ്? April 1 to 31 March ആണ് സാധാരണ അക്കൗണ്ടിങ് ഇയർ ആയി എടുക്കുന്നത്. ഓക്കെ അല്ലേ? യെസ്. അപ്പൊ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് പീരീഡിന്റെ എൻഡിൽ പ്രിപ്പയർ ചെയ്യുന്ന സമ്മറി റിപ്പോർട്ടുകളെയാണ് ഫൈനൽ അക്കൗണ്ട്സ് എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണോ? യെസ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഫൈനൽ അക്കൗണ്ട്സ്? പ്രോഫിറ്റും ലോസും അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടി, അതായത് പെർഫോമൻസ് അളക്കുന്നതിന് വേണ്ടി. പെർഫോമൻസ് ലാഭമാണോ നഷ്ടമാണോ എന്നറിയാം. അതുപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതായത് എത്ര അസറ്റ് ഉണ്ട്, എത്ര ലൈബിലിറ്റി ഉണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്, അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി. ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം ഓഫ് പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഓർ ഫൈനൽ അക്കൗണ്ട്സ്. ഓക്കെ അല്ലെ? ഇനി നോക്കാൻ പോകുന്നത് ഒരു സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ട്സിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ട്, കോമ്പോണൻസ് ഉണ്ട്. ക്ലിയർ ആണോ? പ്രധാനമായിട്ടുള്ളത് ട്രേഡിംഗ് അക്കൗണ്ട് കാണും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണും, അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റും കാണും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് 3 ഉറപ്പായും കണ്ടിരിക്കും. ക്ലിയർ ആണോ? ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. ഓക്കെ അല്ലേ? യെസ്. ഇനി ചില പെക്യൂലിയർ സിറ്റുവേഷൻസിൽ മാനുഫാക്ചറിംഗ് അക്കൗണ്ടും ഉണ്ടാകാം, അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസും ഉണ്ടാകാം. ക്ലിയർ ആണോ? 2 തരത്തിലുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്, ട്രേഡിംഗ് ഓർഗനൈസേഷൻസും മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻസും. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള ആരിൽ നിന്നെങ്കിലും വാങ്ങി വിൽക്കുന്നു, സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നില്ല, വാങ്ങി വിൽക്കുന്നു, വാങ്ങിയിട്ട് വില കൂട്ടി വിൽക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടെ ഒരു അഡീഷൻ കുറച്ചുകൂടെ ഉണ്ടാക്കി വിൽക്കുന്നു. അതിനെയാ ട്രേഡർ എന്ന് പറയുന്നത്. ഒരു ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ, ഒരു സോൾ ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ, നിങ്ങൾ ട്രേഡിംഗ് മാത്രമേ നടത്തുന്നുള്ളെങ്കിൽ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ടും P&L അക്കൗണ്ടും ബാലൻസ് ഷീറ്റും മാത്രം ഉണ്ടാക്കിയാൽ മതി. ഇനിയും നിങ്ങൾ ഒരു മാനുഫാക്ചർ ആണ്, ഉൽപ്പാദിപ്പിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ അഡീഷണലി ഈ 3 പുറമെ ഏറ്റവും ആദ്യം ഒരു മാനുഫാക്ചറിങ് അക്കൗണ്ട് ഉണ്ടാക്കണം. നിങ്ങളിപ്പോ മാനുഫാക്ചറിങ് കൺസേൺ ആണെങ്കിൽ മാനുഫാക്ചറിങ് അക്കൗണ്ട്, ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. ഓക്കെ ആണോ? നിങ്ങളൊരു ട്രേഡിംഗ് ആക്ടിവിറ്റി മാത്രം ചെയ്യുന്ന സോൾ ട്രേഡർ ആണെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി. അതുപോലെ അഡ്ജസ്റ്റ്മെന്റ് ആൻഡ് ക്ലോസിംഗ് എൻട്രീസും ചിലപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് വരും. അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാകാം. അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയ ചില ഐറ്റംസ് ഉണ്ടാകാം.
അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാൻ എന്താ പറയുന്നത് എഫക്ട് റെക്കോർഡ് ചെയ്യാതെ പോയ ചില കാര്യങ്ങളുണ്ടാകും. അപ്പോഴാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ കറക്റ്റ് ലാഭമോ നഷ്ടമോ കിട്ടത്തില്ല. അപ്പൊ അങ്ങനത്തെ അഡ്ജസ്റ്റ്മെന്റുകൾ ഇതിന്റെ ഭാഗമായി വരാം. ക്ലോസിംഗ് എൻട്രികൾ ഇതിന്റെ ഭാഗമായി വരാം. ഇത്രയും കാര്യങ്ങളാണ് എന്തിന്റെ ഭാഗം, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായി വരുന്നത്. ആരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്? ഒരു സോൾ ട്രേഡറുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഓക്കെ ആണോ? അതാണ് അവിടെ ആദ്യമായി മനസ്സിലാക്കേണ്ടത്. അപ്പൊ എന്താണ് അതിന്റെ കോമ്പണൻസ്? ട്രേഡിംഗ് അക്കൗണ്ട്, P&L അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്, മാനുഫാക്ചറിംഗ് അക്കൗണ്ടും അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും ഇൻ സം റെയർ സിറ്റുവേഷൻസ് ഇഫ് ഇറ്റ് ഇസ് എ മാനുഫാക്ചറിംഗ് കൺസേൺ. ഓക്കെ അല്ലേ? അടുത്ത നോക്കാൻ പോകുന്നത് ഈ ട്രേഡിംഗ് അക്കൗണ്ട് എന്താണെന്നാണ്. അതുപോലെ തന്നെ P&L അക്കൗണ്ടും. ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ ആണോ? ട്രേഡിംഗ് P&L അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് ടു ഡിറ്റർമൈൻ profit earned or loss sustained by the business enterprise during the accounting period. ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിംഗ് പീരീഡിൽ ഓർഗനൈസേഷൻ ഉണ്ടായ ലാഭം എത്ര നഷ്ടം എത്ര എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രേഡിംഗ് P&L അക്കൗണ്ട് പ്രിപ്പയർ ചെയ്ത് ഒരൊറ്റ അക്കൗണ്ട് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. 2 പാർട്ടായിട്ട് തിരിച്ചിട്ടുള്ള ഒരൊറ്റ അക്കൗണ്ട്. ഒന്നാമത്തെ പാർട്ട് ട്രേഡിംഗ് അക്കൗണ്ട്, രണ്ടാമത്തെ പാർട്ട് P&L അക്കൗണ്ട്. ക്ലിയർ ആണോ? ഏറ്റവും അവസാനം നമ്മൾ കണ്ടെത്തുന്നത് ആ ബിസിനസിന്റെ ആ വർഷത്തെ അല്ലെങ്കിൽ ആ അക്കൗണ്ടിങ് ഇയറിലെ അക്കൗണ്ടിങ് പീരീഡിലെ ലാഭം അല്ലെങ്കിൽ നഷ്ടമായിരിക്കും. ഓക്കെ അല്ലേ? ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി എ സമ്മറി ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻസ് ഓഫ് ബിസിനസ് ആൻഡ് കാൽക്കുലേറ്റ് ദ നെറ്റ് ഫിഗർ ടേംഡ് ആസ് പ്രോഫിറ്റ് ഓർ ലോസ്. ഇതിന്റെ ഏറ്റവും അവസാനം നമുക്ക് കിട്ടുന്നതായിരിക്കും ഓർഗനൈസേഷന്റെ ലാഭമോ നഷ്ടമോ. ഇവിടെ നമ്മൾ എന്താ എഴുതുന്നത്? വരവും ചെലവും തന്നെ എഴുതുന്നത്. എന്നിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് കണ്ടുപിടിക്കുന്നത്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റവന്യൂ ലെസ് എക്സ്പെൻസ് ആണ്. റവന്യൂ ലെസ് എക്സ്പെൻസ് ആണ് പ്രോഫിറ്റ്. അതായത് റവന്യൂ ഈസ് മോർ ദാൻ എക്സ്പെൻസ്. നിങ്ങളുടെ ചെലവിനേക്കാൾ കൂടുതൽ വരവാണെങ്കിൽ അവിടെ ലാഭമുണ്ട്. ഇനി ചെലവാണ് കൂടുതലെങ്കിൽ അവിടെ നഷ്ടം എന്ന് വിളിക്കാനായി സാധിക്കും. സോ ട്രേഡിംഗ് P&L അക്കൗണ്ട് സമ്മറൈസസ് ദ പെർഫോമൻസ് ഫോർ ആൻ അക്കൗണ്ടിംഗ് പീരീഡ്. നമ്മുടെ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് ആണ് ട്രേഡിംഗ് P&L അക്കൗണ്ടിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത്. ക്ലിയർ ആണോ? യെസ്. എങ്ങനെയാണ് നമ്മൾ ഈ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്? നമുക്കൊരു ട്രയൽ ബാലൻസ് കാണും. ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പർ ആയിട്ട് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പം ആദ്യം നമ്മൾ എന്ത് ചെയ്യും? എൻട്രികൾ പാസ് ചെയ്യും, റെക്കോർഡ് ചെയ്യും, ജേർണലിൽ എൻട്രീസ് പാസ് ചെയ്യും. ക്ലിയർ ആണോ? ജേർണൽ എൻട്രീസ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ലെഡ്ജറിലേക്ക് മാറ്റും. ലെഡ്ജറിലേക്ക് മാറ്റിയിട്ട് ലെഡ്ജർ അരിത്തമാറ്റിക്കലി ആക്യുറേറ്റ് ആണോ എന്ന് നോക്കാൻ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് ബാലൻസസ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്. ലെഡ്ജർ അക്കൗണ്ടിലെ ബാലൻസുകളുടെ കളക്ഷൻ ആണ് ട്രയൽ ബാലൻസ്. ഈ ട്രയൽ ബാലൻസിനകത്തുനിന്ന് റവന്യൂ ഐറ്റംസിനെ എക്സ്പെൻസ് ഐറ്റംസിനെ എടുത്ത് ഇവിടെ നമ്മൾ ട്രേഡിംഗ് P&L അക്കൗണ്ടിൽ എഴുതിയിട്ടാണ് പ്രോഫിറ്റോ ലോസോ കണ്ടുപിടിക്കുന്നത്. ഓക്കെ ആണോ? ഈ ട്രേഡിംഗ് P&L അക്കൗണ്ടിന് ഒരു അക്കൗണ്ട് ഫോർമാറ്റ് ആയതുകൊണ്ട് ഡെബിറ്റ് സൈഡും ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ദാറ്റ് ഡെബിറ്റ് ബാലൻസ് representing expenses and losses are transferred to debit side of trading P&L account. അപ്പം ട്രേഡിംഗ് P&L അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വരുന്നത്, ഡെബിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുന്നതെല്ലാം ഒന്നുകിൽ എക്സ്പെൻസുകൾ അല്ലെങ്കിൽ നഷ്ടങ്ങളായിരിക്കും. ലോസസ് ആൻഡ് എക്സ്പെൻസസ് ആയിരിക്കും ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുക. ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത് ഗെയിൻസും റവന്യൂവും ആയിരിക്കും. നമ്മളുടെ ഗെയിൻസ് ആൻഡ് റവന്യൂ ആയിരിക്കും ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. എന്നിട്ട് നമ്മൾ പ്രോപ്പർ ആയിട്ട് കണ്ടുപിടിക്കും ലാഭം എത്ര നഷ്ടം എത്ര എന്നുള്ളത്. ഇതാണ് ട്രേഡിംഗ് P&L അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ട്രേഡിംഗ് P&L അക്കൗണ്ട് എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ അല്ലേ? ഡൗട്ട് ഇല്ലല്ലോ അതിനകത്ത്? ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ലോസ് മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ട്രേഡിംഗ് എന്ന ആക്ടിവിറ്റിയിലൂടെ നമുക്ക് ലഭിച്ച ലാഭം അല്ലെങ്കിൽ നഷ്ടം. അപ്പൊ ഡയറക്ട്ലി റിലേറ്റഡ് ടു പെർട്ടിക്കുലർ ബിസിനസ് ആക്ടിവിറ്റി അങ്ങനത്തെ റവന്യൂ എക്സ്പെൻസും മാത്രമേ ട്രേഡിംഗ് അക്കൗണ്ടിൽ വരത്തുള്ളൂ. ഇനിയും ഇതല്ലാതെ മറ്റ് ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകങ്ങളും ഒരു ബിസിനസ്സിനുണ്ടാകാം. അവയെല്ലാം എഴുതാനാണ് P&L അക്കൗണ്ട് ഉള്ളത്. ഓക്കെ, അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസ് ആയി ലഭിക്കുന്നത് ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആയിരിക്കും. അത് ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് മാത്രമുള്ള ലാഭം അല്ലെങ്കിൽ നഷ്ടമായിരിക്കും. അതിന്റെ കൂടെ മറ്റ് ലാഭങ്ങളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസുകളും ഇൻഡയറക്റ്റ് ഇൻകങ്ങളും ലോസസും ഗെയിൻസും കൂടെ നമ്മൾ പരിഗണിക്കുമ്പോൾ നമുക്ക് നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് കിട്ടും. ആകെ മൊത്ത ലാഭം ആകെ മൊത്തം നഷ്ടം കിട്ടും. അപ്പൊ ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ബാലൻസ് ഗ്രോസ് പ്രോഫിറ്റും ഗ്രോസ് ലോസും ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് ലോസ് ആയി കിട്ടുന്നത് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ P&L അക്കൗണ്ടിലൂടെ ആകെ മൊത്ത ലാഭം അല്ലെങ്കിൽ നഷ്ടം നമുക്ക് ലഭിക്കും. ഓക്കെ ആണോ? അതാണ് അവിടെ പറയാനായിട്ട് ഉള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം. അത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ അതിനകത്ത്? എക്സ്പ്ലെയിൻ ചെയ്യണോ ഒന്നുകൂടെ? ഓക്കെ.
ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിൽ വരുന്ന ഐറ്റംസ് ആണ്. ക്ലിയർ ആണോ? ആ ഐറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ അതിന്റെ ഫോർമാറ്റ് കാണിക്കാം. ഇതാണ് ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഗ്രോസ് പ്രോഫിറ്റ് കറക്റ്റ് സ്ഥലത്താണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണോ? ഗ്രോസ് പ്രോഫിറ്റ് കറക്റ്റ് സ്ഥലത്താണ് എഴുതിയിരിക്കുന്നത്. ഗ്രോസ് പ്രോഫിറ്റ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞു. ഇപ്പുറത്തെ സൈഡിൽ ഗ്രോസ് ലോസ് വരും. ഗ്രോസ് ലോസ് ഇങ്ങോട്ടേക്കായിരിക്കും വരുന്നത്. ഗ്രോസ് ലോസ് ക്ലിയർ ആണോ? അപ്പൊ ഗ്രോസ് പ്രോഫിറ്റ് ഇവിടെ വരും, കറക്റ്റ് ആണ്. ഇപ്പുറത്തെ സൈഡിലായിരിക്കും ഗ്രോസ് ലോസ് വരുന്നത്. ക്ലിയർ അല്ലേ? ഗ്രോസ് ലോസ് നമ്മൾ ബ്രോട്ട് ഡൗൺ ചെയ്യുന്നത് എങ്ങോട്ടേക്കായിരിക്കും? ഇങ്ങോട്ടേക്കായിരിക്കും ഗ്രോസ് ലോസ് ബ്രോട്ട് ഡൗൺ ചെയ്യുന്നത്. ലോസ് ഇങ്ങോട്ടേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യും. ഗ്രോസ് പ്രോഫിറ്റ് നേരെ തിരിച്ച് ഇങ്ങോട്ടേക്കും ബ്രോട്ട് ഡൗൺ ചെയ്യും. എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് അവിടെ സംഭവിച്ചതാണ്. ക്ലിയർ ആണോ? യെസ്. ഇനി നമുക്ക് നോക്കാം ഇതിന്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളത്. നമ്മളുടെ ട്രേഡിംഗ് അക്കൗണ്ട് ആണ് ആദ്യം കാണുന്ന പാർട്ട് എന്ന് പറയുന്നത്. ഇതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. താഴെ കാണുന്നതാണ് പി ആൻഡ് എൽ അക്കൗണ്ട്. രണ്ടും ഒരൊറ്റ അക്കൗണ്ടായി പ്രിപ്പയർ ചെയ്യുന്നെങ്കിലും രണ്ട് പാർട്ടാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ട്രേഡിംഗ് അക്കൗണ്ടിലൂടെ ട്രേഡിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് ആണ് നമുക്ക് ലഭിക്കുക. ഇതിന്റെ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻസും ലോസസും തന്നെയാണ് നമ്മൾ എഴുതുന്നത്. എന്തുമായി ബന്ധപ്പെട്ട? ഡയറക്ട്ലി റിലേറ്റഡ് ടു ട്രേഡിംഗ് ഓപ്പറേഷൻ. അപ്പൊ നമ്മൾ ആദ്യം എഴുതുന്നത് ഓപ്പണിംഗ് സ്റ്റോക്കുകളായിരിക്കും, നമ്മളുടെ കയ്യിൽ മിച്ചമുള്ള സ്റ്റോക്ക്. പ്ലസ് നമ്മൾ ആ വർഷം എന്തെങ്കിലും മേടിച്ചിട്ടുണ്ടോ, പർച്ചേസ് ചെയ്തിട്ടുണ്ടോ, അത് നെറ്റ് പർച്ചേസ് ആണ് എടുക്കുന്നത്. അതായത് പർച്ചേസ് ലെസ് റിട്ടേൺ ആണ് എടുക്കുന്നത്. നമ്മൾ മേടിച്ചിട്ട് കൊള്ളത്തില്ല എന്ന് തോന്നി എന്തെങ്കിലും റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബാക്കിയുള്ളതാണ് നമ്മളുടെ ആകെ മൊത്ത പർച്ചേസ്. അങ്ങനെ നെറ്റ് പർച്ചേസ് ആണ് ഈ പർച്ചേസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ ആ ഒരു പ്രൊഡക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകളെ എല്ലാം എടുക്കും. പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ സാധനം നമ്മുടെ ഫാക്ടറിയിൽ എത്തി അത് പ്രൊഡ്യൂസ്ഡ് ആയി സെയിലിന് വേണ്ടി റെഡി ആകുന്നിടം വരെയുള്ള പ്രൊഡക്ഷൻ ആക്ടിവിറ്റി തീരുന്ന വരെയുള്ള എക്സ്പെൻസുകളെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള ഡയറക്റ്റ് എക്സ്പെൻസുകളെല്ലാം നമ്മൾ ഡെബിറ്റ് സൈഡിൽ എടുക്കും. ക്രെഡിറ്റ് സൈഡിൽ വരുന്ന സെയിലാണ്. സെയിൽ എന്ന് പറയുമ്പോൾ നെറ്റ് സെയിലാണ് ഉദ്ദേശിക്കുന്നത്. സെയിൽ ലെസ് റിട്ടേൺ. നമ്മൾ വിറ്റത് പ്ലസ് വിറ്റതിനകത്ത് ക്വാളിറ്റി കുറവുള്ളതോ എന്തെങ്കിലും കാരണത്താൽ നമുക്ക് റിട്ടേൺ വന്നത്, അത് കുറച്ച് ബാക്കിയുള്ളത് നമ്മുടെ ആകെ മൊത്ത സെയിൽസ്, അതും നമ്മൾ അവിടെ എടുക്കും. പിന്നെ ഒരു ഐറ്റവും കൂടെ എടുക്കാം, അതാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതും എടുക്കാം. അതിനകത്ത് പ്രധാനമായി മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ് ഐറ്റം ആയിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നാൽ മാത്രം നമ്മളത് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്താൽ മതി. അല്ല, ക്ലോസിംഗ് സ്റ്റോക്ക് ഓൾറെഡി ട്രയൽ ബാലൻസിലാണ് തന്നിരിക്കുന്നതെങ്കിൽ, ട്രയൽ ബാലൻസിൽ ഒരു ബാലൻസ് എന്നോണമാണ് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നതെങ്കിൽ ഓൾറെഡി അത് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ക്ലോസിംഗ് സ്റ്റോക്കിനെ പിന്നീട് എവിടോട്ട് എടുക്കണ്ട? ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കണ്ട. അതാണ് ക്ലോസിംഗ് സ്റ്റോക്കുമായി ബന്ധപ്പെട്ട കാര്യം. കണക്കൊന്നും ചോദിക്കാത്തത് കൊണ്ട് അത് അത്ര നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അഡ്ജസ്റ്റ്മെന്റിന്റെ ഭാഗമായി തരികയാണെങ്കിൽ മാത്രമേ ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുക്കത്തുള്ളൂ. അല്ലാതെ ട്രയൽ ബാലൻസിൽ തന്നെ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട് എങ്കിൽ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്, ഓൾറെഡി അതിന്റെ ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർഡ് ആണ്, അത് ഓൾറെഡി എടുത്തിട്ടുണ്ട്, അതിനി എടുക്കേണ്ട ആവശ്യം ഇല്ല. ക്ലിയർ ആണോ? ഓൾറെഡി അഡ്ജസ്റ്റഡ് ആണ്, അതുകൊണ്ട് ഇനി എടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ അല്ലെ? സോ അഡ്ജസ്റ്റ്മെന്റിന്റെ പാർട്ടായി വന്നാൽ മാത്രം ക്ലോസിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിൽ എടുത്താൽ മതി. ക്ലിയർ ആണോ? അത്രയുമാണ് എന്തിന്റെ ഭാഗമായി വരുന്നത്? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഭാഗമായി വരുന്നത്. അവസാനം നമ്മൾ ഇതിനെ ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഗ്രോസ് ലോസ് നമുക്ക് കിട്ടും. ഗ്രോസ് ലോസ് ഇപ്പുറത്തായിരിക്കും വരിക. ക്ലിയർ ആണോ? യെസ്. സോ അതാണ് ട്രേഡിംഗ് അക്കൗണ്ട്. ഇനി ട്രേഡിംഗ് അക്കൗണ്ടിന്റെ എക്സ്റ്റൻഷൻ പോലെ വരുന്നതാണ് പി ആൻഡ് എൽ അക്കൗണ്ട്. പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഇടുന്നത് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആൻഡ് ലോസ് ആണ്. ക്ലിയർ ആണോ? ട്രേഡിംഗ് അക്കൗണ്ടിൽ എല്ലാ വിധത്തിലായിട്ടുള്ള ഡയറക്റ്റ് എക്സ്പെൻസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പർച്ചേസ് ഒക്കെയാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ എഴുതുന്നത് എല്ലാ തരത്തിലുള്ള ഇൻഡയറക്റ്റ് എക്സ്പെൻസും ലോസുകളും. ലോസ് അപ്പം എവിടെ എഴുതത്തില്ല? ട്രേഡിംഗ് അക്കൗണ്ടിൽ എഴുതത്തില്ല. എവിടെ വരത്തുള്ളൂ? പി ആൻഡ് എല്ലേ വരത്തുള്ളൂ ലോസ്. ക്ലിയർ ആണോ? ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ഷനുമായി അല്ലെങ്കിൽ ആ ഒരു ആക്ടിവിറ്റിയുമായി ഡയറക്ട്ലി റിലേറ്റഡ് അല്ലാത്ത ഏത് തന്നെ എക്സ്പെൻസുകളും നഷ്ടങ്ങളും ഉണ്ടെങ്കിലും അത് എവിടെ എഴുതാം? അത് ഡെബിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ എഴുതാം. ഇനി ക്രെഡിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ എഴുതുന്ന റവന്യൂ ആൻഡ് ഗെയിൻസ് ആണ്. എല്ലാ തരത്തിലുള്ള ഇൻഡയറക്റ്റ് റവന്യൂ. ഡയറക്റ്റ് ആയിട്ടുള്ള റവന്യൂ സെയിൽസ് ആണ്, അത് നമ്മൾ എടുത്തു. സെയിൽ റവന്യൂ എടുത്തു. റവന്യൂ നമുക്കറിയാം, സെയിൽ റവന്യൂ ഉണ്ട്, അതർ റവന്യൂ ഉണ്ട്. ഈ അതർ റവന്യൂ മാത്രമേ എവിടെ എടുക്കത്തുള്ളൂ? ക്രെഡിറ്റ് സൈഡ് എടുക്കത്തുള്ളൂ. അതോടൊപ്പം ഗെയിൻസ് എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് എവിടെന്നെങ്കിലും ബിസിനസ് ആക്ടിവിറ്റി അല്ലാതെ പൈസ കിട്ടുന്നുണ്ട്, ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്, അതുപോലെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുക്കും. ക്ലിയർ ആണോ? യെസ്. ഇത്രയും കാര്യങ്ങളാണ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് സൈഡ് ഓഫ് പി ആൻഡ് എൽ വരുന്നത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ബാലൻസ് ചെയ്യും. ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ അത് നമ്മുടെ ആകെ മൊത്ത പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ആണ്. ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് കിട്ടുന്നതെങ്കിൽ ആകെ മൊത്ത ലോസ് ആണ്, നെറ്റ് ലോസ് ആണ്.
ക്ലിയർ ആണോ? ഇത് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ലോസ് ആണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും നമ്മളുടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റലിന്റെ കൂടെ പ്രോഫിറ്റ് ആണെങ്കിൽ കൂട്ടും, ലോസ് ആണെങ്കിൽ കുറയ്ക്കും. ഓക്കെ ആണോ? യെസ്. ക്യാപിറ്റൽ ആർക്ക് തിരിച്ചു കൊടുക്കേണ്ടതാ? സെപ്പറേറ്റ് എൻറ്റിറ്റി കോൺസെപ്റ്റ് കാരണം ബിസിനസ്സുകാരന് തിരിച്ചു കൊടുക്കേണ്ടതാ. അപ്പൊ പ്രോഫിറ്റ് ആർക്കുള്ളതാ? ബിസിനസ്സുകാരനുള്ളതാ. അപ്പൊ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കുന്നതിന്റെ കൂടെ പ്രോഫിറ്റും കൂടെ കൊടുക്കുന്നു, അപ്പൊ ക്യാപിറ്റലിന്റെ കൂടെ കൂട്ടുന്നു. നഷ്ടം എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാരെ സഫർ ചെയ്യേണ്ടതാ. അതുകൊണ്ട് അവന് കൊടുക്കാനുള്ളതിനകത്ത് കുറച്ച് ബാക്കി കൊടുക്കും, അതുകൊണ്ട് ക്യാപിറ്റലിൽ നിന്ന് കുറയ്ക്കുന്നു. അപ്പൊ ലോസ് നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇറ്റ് റെഡ്യൂസസ് ക്യാപിറ്റൽ. പ്രോഫിറ്റ് പഠിച്ചു, ഇറ്റ് ഇൻക്രീസസ് ക്യാപിറ്റൽ. ബിക്കോസ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇറ്റ് ഇസ് ആഡഡ് ടു ക്യാപിറ്റൽ, ലോസ് ആണെങ്കിൽ സെപ്പറേറ്റഡ് ഫ്രം ക്യാപിറ്റൽ. ക്ലിയർ ആണോ? അതാണ് ട്രേഡിംഗ് പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഈ ഐറ്റംസ് ഓരോന്നുമാണ് അവിടെ പ്രോപ്പറായി എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്, ഓരോ ഐറ്റംസും. ഓക്കെ അല്ലേ? ഡെബിറ്റ് സൈഡിലും ക്രെഡിറ്റ് സൈഡിലും വരുന്ന ഐറ്റംസ്. ആ ഫോർമാറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും കാര്യം ഒന്നുകൂടെ പറയേണ്ടതായിട്ടുണ്ടോ? ഇല്ല സർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ ഐറ്റംസ് ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ ഐറ്റം ആണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. എവിടെ വരും? ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ ആദ്യം തുടങ്ങുന്ന ഓപ്പണിംഗ് സ്റ്റോക്കിലാണ്. ഇറ്റ് ഈസ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഇൻ ഹാൻഡ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ അക്കൗണ്ടിങ് ഇയർ. ഒരു പെർട്ടിക്കുലർ അക്കൗണ്ടിങ് ഇയർ ആരംഭിക്കുമ്പോൾ നമ്മളുടെ കയ്യിലുള്ള ഗുഡ്സ്, നമ്മളുടെ കയ്യിൽ വിൽക്കാതെ ബാക്കി വന്നിട്ടുള്ള ഗുഡ്സ് എത്രയുണ്ട്, അതിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക്. അതായത് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിരിക്കും ഈ വർഷത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. കഴിഞ്ഞ വർഷം എന്തുകൊണ്ട് അവസാനിപ്പിച്ചോ അത് വെച്ചായിരിക്കും ഈ വർഷം തുടങ്ങുന്നത്. സോ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് ദ പ്രീവിയസ് ഇയർ ഈസ് ദി ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ദ കറന്റ് ഇയർ. ക്ലിയർ ആണോ? അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ദിസ് ഇസ് എ സ്റ്റോക്ക് ഓഫ് ഗുഡ് വിച്ച് ഹാസ് ബീൻ ക്യാരി ഫോർവേഡ് ഫ്രം ദ പ്രീവിയസ് ഇയർ ആൻഡ് റിമെയിൻ അൺചേഞ്ച് ഡ്യൂറിംഗ് ദ ഇയർ ആൻഡ് അപ്പിയർ ഇൻ ട്രയൽ ബാലൻസ്. അതുകൊണ്ട് ഇത് എന്തിന്റെ ഭാഗമാകും? ട്രയൽ ബാലൻസിന്റെ ഭാഗവുമാകും. ക്ലിയർ അല്ലേ? In the trading account, it appears on the debit side. Trading account എവിടെ വരും? ഡെബിറ്റ് സൈഡിൽ വരും ഈ ഒരു പെർട്ടിക്കുലർ ഓപ്പണിംഗ് സ്റ്റോക്ക്. ഓക്കെ ആണോ? ഇനി അടുത്തതാണ് പർച്ചേസ് ലെസ് റിട്ടേൺ. അത് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുഡ്സിന്റെ പർച്ചേസ് ആണ്. ക്ലിയർ ആണോ? അവിടെ റീസെയിലിന് വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്താണെങ്കിൽ മാത്രമേ അത് ഗുഡ്സിന്റെ പർച്ചേസ് ആകത്തുള്ളൂ. ഓൾറെഡി നമ്മൾ പർച്ചേസ് എന്ന് പറയുന്ന ഹെഡ് പഠിച്ചതാണ്. ഓക്കെ അല്ലേ? നമ്മൾ വിൽക്കണം എന്ന് പറയുന്ന ഉദ്ദേശത്തോടു കൂടി വേണം വാങ്ങാൻ, എന്നാലേ അതിനെ പർച്ചേസ് എന്ന് വിളിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ വിൽക്കാനല്ല, ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ, ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസിന്റെ ഭാഗമായി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മേടിക്കുന്നതെങ്കിൽ അത് എന്തല്ല, അത് നമ്മുടെ അസറ്റ് ആണ്, അത് നമ്മുടെ ഫിക്സഡ് അസറ്റ് ആണ്. ആ അസറ്റിന്റെ പേരിലെ നമ്മൾ പറയും, പർച്ചേസ് എന്ന് പറയത്തില്ല. ക്ലിയർ ആണോ? അപ്പൊ പർച്ചേസ് എന്ന് പറയുമ്പോൾ റീസെയിൽ പർപ്പസിന് വേണ്ടി മേടിക്കുന്നതിനെ പർച്ചേസ് എന്ന് പറയുന്നു. അതിനെ മാത്രമേ ഗുഡ്സ് എന്ന് പറയത്തുള്ളൂ. അങ്ങനെ ഗുഡ്സിന്റെ പർച്ചേസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ ആണോ? ഉപയോഗിക്കാൻ വേണ്ടി റോ മെറ്റീരിയലും ഒക്കെ മേടിക്കുകയാണെങ്കിൽ അത് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഭാഗമായിക്കോളും. അതെന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ അത് ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ഒക്കെ ഭാഗമായിക്കോളും. ഈ വർഷം എന്തെങ്കിലും അഡീഷണലി മേടിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനു വേണ്ടിയിട്ടാ? ഉൽപ്പാദിപ്പിച്ച് വിൽക്കാനോ അല്ലെങ്കിൽ വീണ്ടും വിൽക്കാനോ വേണ്ടിയിട്ടായിരിക്കും. അതിനെ പർച്ചേസ് എന്ന് പറയുന്നത്. അതിനകത്തുനിന്ന് റിട്ടേൺ കൊടുത്തിട്ടുള്ളത് കുറച്ചാൽ നമുക്ക് നെറ്റ് പർച്ചേസ് കിട്ടും. ഈ നെറ്റ് പർച്ചേസ് നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ എഴുതത്തുള്ളൂ. പിന്നീട് വരുന്നതാണ് ഡയറക്റ്റ് എക്സ്പെൻസ്. പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി ബന്ധമുള്ള എക്സ്പെൻസ്. പ്രൊഡക്ഷന്റെ ഇനിഷ്യൽ സ്റ്റേജ് തൊട്ട് ആ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആകുന്നിടം വരെ, സെയിൽസിന് വേണ്ടി റെഡി ആകുന്നിടം വരെയുള്ള എല്ലാ പ്രോസസ്സുമാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റ് എക്സ്പെൻസുകൾ എന്ന് പറയുന്നത്. അതെന്തൊക്കെയാ? എക്സാമ്പിൾസ് നോക്കി വെച്ചേക്കുക. വേജ് ഒരു എക്സാമ്പിൾ ആണ്. കാരിയേജ് ഇൻവേർഡ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഇൻവേർഡ് എക്സാമ്പിളാ. ഫ്യൂവൽ, വാട്ടർ, പവർ, ഗ്യാസ് എന്നിവയൊക്കെ എന്താണ്? എക്സാമ്പിൾ ആണ്. അതുപോലെ പാക്കേജിങ് മെറ്റീരിയൽ, പാക്കേജിങ് ചാർജ്, ഇതൊക്കെ എന്താ? ഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. ക്ലിയർ ആണോ? കാരണം ഇവയെല്ലാം ഡയറക്ട്ലി റിലേറ്റഡ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. സോ വേജിന്റെ കേസ് എടുക്കാം. വേജും ഉണ്ട്, സാലറിയും ഉണ്ട്. വേജ് എന്ന് പറഞ്ഞാൽ ദിവസക്കൂലിയാണ്. അപ്പൊ നമ്മൾ എടുക്കുന്ന അസംഷൻ വേജ് എന്ന് പറയുന്ന ഒരു ഡയറക്റ്റ് എക്സ്പെൻസും സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് എക്സ്പെൻസും ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. സോ വേജ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ദിവസക്കൂലി ആയതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറി മാസശമ്പളമാണ്, അത് പ്രൊഡക്ഷനുമായി ഡയറക്ട്ലി ബന്ധമില്ല എന്ന അസംഷനിൽ എന്തെടുക്കും? അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആയിട്ട് എടുക്കും. അപ്പൊ വേജ് എവിടെ പോകും? ട്രേഡിംഗ് അക്കൗണ്ടിൽ പോകും. സാലറി P&L അക്കൗണ്ടിൽ പോകും. പിന്നുള്ളതാണ് കാരിയേജ് ഇൻവേർഡ്. ഈ ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ അകത്തേക്ക് വരുന്നു അല്ലെ. കാരിയേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ എങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്? ഫാക്ടറിയിലേക്ക് കൊണ്ടുവരുന്നതിന് ആ ഒരു പെർട്ടിക്കുലർ കാരിയേജിന്, ട്രക്ക് ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, അതിനൊരു ഫെയർ കൊടുത്തു. അതിനെ കാരിയേജ് ഇൻവേർഡ് അല്ലെങ്കിൽ ഫ്രൈറ്റ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് സാധനം കൊണ്ടുവന്നതിന് ഒരു ഫ്രൈറ്റ് ചാർജ് കൊടുത്തു. ഓക്കെ, അത് പ്രൊഡക്ഷന് വേണ്ടി കൊണ്ടുവന്നതാ.
പാർട്ട് ഓഫ് പ്രൊഡക്ഷൻ ഡയറക്റ്റ് എക്സ്പെൻസ്. അതുകൊണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരും. പിന്നെ ഫ്യൂവൽ, വാട്ടർ, പവർ, ഗ്യാസ് എന്നിവയൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഫാക്ടറിയുടെ ഓപ്പറേഷൻ ഒക്കെ വേണ്ടിയിട്ടായിരിക്കും ഉപയോഗിക്കുന്ന ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പിന്നെ വരുന്നതാണ് പാക്കേജിങ് മെറ്റീരിയലും പാക്കേജിങ് ചാർജുകളും. പാക്കേജിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ഉപയോഗിക്കുന്നതാണ്, അതുകൊണ്ട് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്ലിയർ ആണോ? ചെറിയ കണ്ടെയ്നേഴ്സ് അതുപോലുള്ള സംഭവങ്ങൾ. ഓക്കെ അല്ലേ? പാക്കിംഗ് റെഫേഴ്സ് ടു ദ ബിഗ് കണ്ടെയ്നർ ദാറ്റ് ആർ യൂസ് ഫോർ ട്രാൻസ്പോർട്ടിംഗ് ദ ഗുഡ്സ് ആൻഡ് ഈസ് റിഗാർഡഡ് ആസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അപ്പൊ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പാക്കേജിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പാക്കിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്, പാക്കിംഗ് അത് ബിഗ് കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്. അപ്പൊ ബിഗ് കണ്ടെയ്നർ യൂസ് ടു ട്രാൻസ്പോർട്ട് ഫിനിഷ്ഡ് ഗുഡ്സ്. ഓക്കെ ആണോ? ഫിനിഷ്ഡ് ഗുഡ്സ് അല്ലെങ്കിൽ കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബിഗ് കണ്ടെയ്നേഴ്സ് ആണെങ്കിൽ അത് ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, കാരണം പ്രൊഡക്ഷൻ കഴിഞ്ഞതിന് ശേഷമാണ്. ഇനി പ്രൊഡക്ഷന് മുന്നേ ഉള്ള ഏതെങ്കിലും തരത്തിലുള്ള പാക്കിംഗ് മെറ്റീരിയലോ എന്തെങ്കിലും ആണെങ്കിൽ ദാറ്റ് ഇസ് ഡയറക്റ്റ് എക്സ്പെൻസ്. അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സാലറി ഓൾറെഡി പറഞ്ഞു. റെന്റ്, നമ്മൾ റെന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഇൻഡയറക്റ്റ് ആണ്, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. P&L വരത്തുള്ളൂ. ഇൻട്രസ്റ്റ് പെയ്ഡ്, നമ്മൾ ഏതെങ്കിലും തരത്തിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നു, എടുത്ത ലോണിനോ എന്തെങ്കിലും ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള എക്സ്പെൻസ് ആണ്. കമ്മീഷൻ പെയ്ഡ്, ഏതെങ്കിലും തരത്തിൽ നമ്മൾ കമ്മീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ക്ലിയർ ആണോ? അതുപോലെ റിപ്പയർസ്, മിസലീനിയസ് എക്സ്പെൻസ്, ഇതൊക്കെ എന്താ? ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, P&L ഭാഗമായി വരും. ഇനി ക്രെഡിറ്റ് സൈഡിൽ എന്തൊക്കെയാ? സെയിൽ ലെസ് റിട്ടേൺ എഴുതും. നമ്മൾ ഓൾറെഡി പറഞ്ഞ സെയിൽസ് ലെസ് സെയിൽസ് റിട്ടേൺ, അതാണ് നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. അതാണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നത്. പിന്നെ അതർ ഇൻകംസ് എവിടെ എഴുതും? ട്രേഡിംഗ് അക്കൗണ്ടിന്റെ P&L അക്കൗണ്ടിൽ എഴുതും അതർ ഇൻകംസ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അതിനകത്ത് വരുന്നത്. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ട്രേഡിംഗ് P&L അക്കൗണ്ട്, ട്രേഡിംഗ് P&L അക്കൗണ്ട് ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ. ഇതുമായി ബന്ധപ്പെട്ട് കണക്കൊന്നും ചോദിക്കത്തില്ല, കാരണം MCQ ആണ്. ചോദിക്കാൻ സാധ്യതയുള്ള കണക്ക് ഞാൻ അടുത്ത സെഷനിൽ പറയും. അത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, അത് കണ്ടുപിടിക്കാൻ ചോദിക്കാം. ഗ്രോസ് പ്രോഫിറ്റ് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ ചോദിക്കാം. ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ 1-2 എന്താ പറയുക ഐറ്റംസ് മാത്രം വെച്ച് നെറ്റ് പ്രോഫിറ്റ് വേണേ കണ്ടുപിടിക്കാൻ ചോദിക്കാം. അങ്ങനെ വളരെ ചെറിയ ക്വസ്റ്റ്യനെ ചോദിക്കത്തുള്ളൂ. MCQ അങ്ങനത്തെ വരുന്നത് കൊണ്ട്, ഡിസ്ക്രിപ്റ്റീവ് അല്ലാത്തത് കൊണ്ട്. ഓക്കെ അല്ലേ? സോ അത്രയുമാണ് പ്രധാനമായിട്ടും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്.